ക്രിസ്മസിന് എന്താ പരിപാടി? വെള്ളം അടിക്കാറുണ്ടോ? അതുപോലെ തന്നെ എല്ലാം ചെയ്യാറുണ്ടോ? അതായത് വെള്ളം അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനമായേനു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വകാര്യതയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വീട്ടിൽ കിടന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വകാര്യതയാണ്. എന്നാലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് രേണു സുധി വെള്ളം അടിച്ച് ഓഫായി റോഡിൽ കിടന്നു, രേണു സുധി വെള്ളം അടിച്ച് ഓഫായി വീട്ടിൽ പിന്നെ എന്താ പറയുക വീട്ടിൽ ഛർദ്ദിച്ചു, ഇല്ലെങ്കിൽ മറ്റേ ഇത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടന്റ് കിട്ടുമായിരുന്നു. സുധി ഏതായാലും വെള്ളടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ രേണു സുധിയും കൂടി വെള്ളടിക്കാരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ രേണു സുധിയോട് ഒരുത്തം വന്ന് ചോദിക്കുകയാണ്, ചേച്ചി വെള്ളടി ഉണ്ടോ എന്ന്. രേണു സുധി ഓപ്പണായിട്ട് പറഞ്ഞു, വെള്ളവടി ഉണ്ട്, ഞാൻ വെള്ളം അടിക്കാറുണ്ട്, വെള്ളം ഒഴിച്ചിട്ടടിക്കും ഒഴിക്കാതെ അടിക്കും, അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം വെളിയിൽ കുറേ എണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ചോദിച്ചേടാ എന്നാ പറഞ്ഞ് വെള്ളടിക്കുന്നുണ്ടെന്നാ പറഞ്ഞ് ഇല്ല എന്നാ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ ഇല്ലടാ വെള്ളം അടിക്കലില്ല എന്നാ പറയുന്നത്. പോയി ഒന്നും കൂടി ചോദിച്ചിട്ട് വാ എന്ന് പറയും. അങ്ങനെ വീണ്ടും ഇങ്ങനെ നിൽക്കുവായിരുന്നു. എന്നാ പറഞ്ഞ് വെള്ളടി ഉണ്ട് എന്നാ പറഞ്ഞ്. വെള്ളം ഉണ്ടാ, ഓക്കെ മതി. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ തുരുതുര പിന്നെ അങ്ങ് വീഡിയോ ആയി. ഇന്നലെ ഞാൻ നോക്കുമ്പോഴേക്കും എനിക്ക് ചെവിക്ക് സൗര്യമില്ല. ചേട്ടാ അറിഞ്ഞാ നിങ്ങളെ രേണു സുധീൻ്റെ സ്വഭാവം അറിഞ്ഞാ ഞാൻ വിചാരിച്ചു എന്തെന്നാപ്പം സ്വഭാവം, എന്നാൽ ഇതൊന്ന് കാണണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാ ഇതും നോക്കാൻ തുടങ്ങി. നോക്കുമ്പോഴേക്കും ഒന്നിൽ രേണു സുധി വെള്ളം അടിച്ച് വാളുവെച്ചു. രേണു സുധി റോഡിൽ കിടക്കുന്നു വെള്ളമടിച്ച്. സുധിയെക്കാട്ടിയും വലിയ വെള്ളമടിക്കാരി രേണു സുധി, അതങ്ങനെയുള്ള വെള്ളമടിക്കാരി രേണു സുധി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ പഴയ ഏതോ ഒരു വീഡിയോ, ഏതോ ഒരു പെണ്ണിനെ തെറി വിളിക്കുന്നതാണ്, ഞാൻ നിനക്ക് റീച്ച് ഉണ്ടാക്കി തരാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാനൊരു കാര്യം പറയുകയാണ്, ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് വായിൽ മൈക്ക് കുത്തി കയറ്റിയിട്ട് ചോദിക്കുകയാണ് വെള്ളമടിച്ചോ എന്ന്. എടോ അതിന് വെള്ളമടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അടിച്ചു എന്നല്ലേ പറയേണ്ടത്. അടിച്ചിട്ടില്ല, ഞാൻ അടിക്കാറില്ല എന്ന് പറയുന്നത് എന്തിനാണ്? ഇനി വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചോട്ടെ, നമുക്കെന്താണ്? നമ്മൾ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? രേണു സുധി വെള്ളം അടിക്കോ? രേണു സുധി എന്താ ആർക്കെങ്കിലും രേണു സുധി പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും എന്നെ കണ്ടു പഠിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം, ഞാൻ പിന്നെ ജീവിക്കുന്ന പോലെ ജീവിക്കണം? രേണു സുധി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടേതായ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർ വെള്ളം അടിച്ചിട്ട് ജെനുവിനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ വിമർശിക്കും. അപ്പോൾ ഇന്നലെ അവർ വെള്ളം അടിച്ചത് ശരിയാണ്, അവരുടെ തെറ്റ് തന്നെയാണ്. അതായത് ഒരുത്തം പോയിട്ട് വായിലിങ്ങനെ കോലിട്ട് ഇളക്കുന്ന പോലെ, ചേച്ചി അടിച്ചിനെന്ന് പറ ചേച്ചി, ഒരു കണ്ടന്റ് കിട്ടാനാണ് ചേച്ചി, അടിച്ചിനെന്ന് പറ ചേച്ചി, പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പറയിച്ചതുപോലെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അങ്ങ് മണ്ടന്മാരാക്കുക. ഈയിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, രേണു സുധി വെള്ളമടിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴുവോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ മന്ത്രിസഭ താഴെ പോവോ? പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പോൾ നടന്നില്ല, അതൊന്ന് റദ്ദ് ചെയ്യോ? ഒന്നും ചെയ്യില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രേണു സുധി എന്താ ചെയ്യുന്നത് നോക്കി നടക്കാൻ നിങ്ങൾക്കൊക്കെ കുറച്ച് നാണമില്ലേ? എന്തെങ്കിലും ചെയ്തോട്ടല്ലേ, നമുക്ക് എന്താണ് ചെയ്തം? അവരുടേതായ ഇപ്പോഴും ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി നല്ല രീതിയിൽ പണമുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുക്കും, ചിലപ്പോൾ ദുബായിലേക്ക് താമസം മാറും, ചിലപ്പോൾ ഗോൾഡൻ വിസ കിട്ടും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സുകളും തുടങ്ങും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ രേണു സുധീൻ്റെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല പോലെ അവർ ചെയ്യും. പണ്ടത്തെ അത്താഴ പക്ഷിക്കാരെയല്ലേ എല്ലാവരുടെ മുന്നിലും കയ്യും നീട്ടി അതുപോലെ തന്നെ ഒച്ചാനിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാന്ന്. ആരെങ്കിലും ഒരാൾ നന്നായി കണ്ടു കഴിഞ്ഞാൽ നിമിഷം തുടങ്ങുവാണെന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും സഹായിച്ച് ഇന്ന് രേണു സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നല്ല നിലയിലാണ് ഉള്ള. കാര്യം എന്താ പറയുന്നതിന്, ബിഗ് ബോസിൽ കയറി ആർക്കും കൊടുക്കാത്ത ശമ്പളം അവിടുന്ന് വാങ്ങിച്ചു, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കൈപിടിച്ചിട്ട് വെളിയിലേക്ക് വന്നു. ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് വേറെ ഒരു കാര്യവും പറയും, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ശ്രീകണ്ഠൻ നായരും ഗോപാലാട്ടനും കൂടിയിട്ട് എടുത്തു കൊടുക്കാനിരുന്ന വീട്, ആ വീടിന് പോയിട്ട് തലവെച്ച് കൊടുത്ത 2 പേര് വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? അവരെടുത്തു കൊടുത്തതിന് ഞാൻ നല്ലതെന്നേ പറയുന്നുള്ളൂ, അതുപോലെ തന്നെ സ്ഥലം കൊടുത്തതിന് ഞാൻ നല്ലതെന്നേ പറയുന്നുള്ളൂ. അത് ശ്രീകണ്ഠൻ നായരും ഗോപാലാട്ടനും കൊടുത്തോളൂലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും ഈ സ്ഥലവും വീടും കൊടുത്തിട്ടുണ്ടെങ്കിലോ അവർക്കും ഒരു ഗുണമായി, രേണു സുധിക്ക് ഇവിടെ ഒരു ഗുണമായല്ലോ. അങ്ങനെ 2 പേർക്കും ഗുണമായില്ലേ? നിങ്ങളെന്ത് ചെയ്തു? രേണു സുധീൻ്റെ ആ ഒരു ഫെയിമും കാര്യങ്ങളും ഇതൊക്കെ നമുക്കും അങ്ങ് ഉപയോഗിക്കാം. ഇതുവരെ അറിയാത്ത ചില ആൾക്കാരെയൊക്കെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? രേണു സുധീൻ്റെ ആ പ്രശ്നം വന്നോണ്ടല്ലേ? ഇല്ലെങ്കിൽ ചില ആൾക്കാരെയൊക്കെ നമ്മൾ അറിയോ?
നമ്മൾ ഒരിക്കലും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഫെയിമാണ്. അപ്പോൾ എല്ലാവരും രേണുസുധീനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉപയോഗിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദി പറയുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഇത്തിരി റീച്ച് ഉണ്ടാക്കി തന്നതല്ലേ, അതുകൊണ്ട് നന്ദി പറയണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ പുറകെ പോയിട്ട് വെള്ളമടിക്കാരുണ്ടോ, ഇനി എന്താ അവർ വെള്ളം അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അവരെ കൂടെയുള്ള എല്ലാവരും അങ്ങ് അവരെ വിട്ടേച്ചങ്ങ് പോവോ? അല്ല അവരെ ആരെങ്കിലും തെറി പറയോ? ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ പോയി നോക്കി. കാരണം രേണുസുധിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും തന്നെ അമ്മ പെങ്ങന്മാരാണ് കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ആരെങ്കിലും കമൻ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ചില വേട്ടാവളിയന്മാർ കമൻ്റ് ഇട്ടതല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ ഒരാളുടെ കമൻറ്റ് പോലും ഞാൻ കാണുന്നില്ല. ചില വേട്ടാവളിയന്മാരുണ്ട്, അവളോട് അന്നേ പറഞ്ഞില്ലേ, ഞങ്ങൾക്കറിയില്ലേ, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ എന്താ പറയേണ്ടത്, സുധി മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സുധി ഉണ്ടായപ്പോഴേ അവർക്കൊരു സന്തോഷവും കിട്ടിയിട്ടില്ല. ഒരുപാട് കടങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധിക്ക് പകുതി ആൾക്കാരൊന്നും തന്നെ ശമ്പളം കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇയാൾ അഭിനയിച്ച സിനിമകളിലോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലോ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ശമ്പളം വാങ്ങിക്കാൻ സുധി എന്ന് പറയുന്ന മനുഷ്യന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രേണു എന്ന് പറയുന്ന ആ സ്ത്രീയുടെയും അവരുടെ മക്കളെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വാടക വീട്ടിലും പിന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു സുഖവുമില്ലാത്തൊരു ജീവിതമായിരുന്നു. ഇപ്പോഴും രേണു അധ്വാനിക്കാൻ തുടങ്ങി, അവർ കണക്ക് പറഞ്ഞ് പിന്നെ ശമ്പളം വാങ്ങിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴേ അവരുടെ നില മെച്ചപ്പെട്ടു. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരിപ്പോഴും പുതിയ കാറ് വാങ്ങിച്ചപ്പോഴും ചില ടീമിൽ എന്ന് പറഞ്ഞാൽ മാന്തലാണ്, ചൊറിച്ചലാണ്. അതായത് രേണുസുധി കാറും വാങ്ങിച്ചു, ഈശ്വര ഇനിയെന്നാ ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ രേണുസുധി കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഞാനിനി ജീവിക്കുന്നില്ല എന്ന് പറയും ചില ആൾക്കാർ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് രേണുസുധി എത്രത്തോളം നന്നാകുന്നേ അത്രത്തോളം ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലഭ്രാന്തായിട്ട് തീരുന്ന എനിക്ക് പറയാനുള്ളത്. പല ആൾക്കാരും അത് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങളിനി എത്രത്തോളം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ രേണുസുധീൻ്റെ പുറകെ പോകുകയാണെങ്കിൽ നിങ്ങളൊക്കെ നാശത്തിലേക്കാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെയെങ്കിലും ഏതോ ഒരു സ്ത്രീനെ വെറുതെ പോയിട്ട് പുറകെ പോയിട്ട് ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോടോ. ഇവിടെ കേരള സർക്കാരിൻ്റെ ബീവറേജിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞ് ഒരുപാട് ബാറുകളിലൊക്കെ എത്ര കൊച്ചച്ചന്മാരൊക്കെ കയറി നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ. അതായത് ഒരുപാട് സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഫാമിലി ബാറുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിനൊക്കെ അല്ലെങ്കിൽ ഓണത്തിന് പിന്നെ വിഷുവിന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കാതെ ആരാ ഉള്ളത്? ഇനി അടിച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്നാ പ്രശ്നം എന്താന്ന്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, വെള്ളം അടിക്കുന്ന ഒരാൾ പോലും ഞാൻ അടിക്കാറുണ്ടെന്ന് പറയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കൊരു കണ്ടൻ്റാണ് തന്നത്. അതായത് കുറേ എണ്ണം കൊണ്ടുപോയിട്ട് തിന്നട്ടെ, ഇനിയും എന്നെ വെച്ച് അരി വേണിക്കട്ടെ, ഇനിയും എന്നെ വെച്ച് കുറേ എണ്ണം അങ്ങ് വളരട്ടെ എന്ന് തന്നെ വിചാരിച്ചതുകൊണ്ട് രേണുസുധി നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസാക്കിയതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല, ഇനിയോട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനും പോകുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ രേണുസുധിയെ നല്ലത് പറയുന്ന ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തെറിയ എനിക്കും വന്നോട്ട് സന്തോഷം ഓർമ്മ ഞാൻ വീണിക്കുന്നത്. രേണുസുധി വെള്ളം നീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും ഞാൻ വിമർശിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.